To find love, you must first be willing to look for it. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും അറിയാതെയാണ് വിജയ് ഷാജഹാൻ എന്ന മൂവിയിൽ സുഹൃത്തിനെ സഹായിക്കുന്നത് അവൻ്റെ പ്രണയം സക്സസ് ആവാനായിട്ട്. തുറന്നു പറയാൻ പേടിക്കുന്ന മടിക്കുന്ന അവനെ വിജയ് തന്നെ ഉന്തി വിടുന്നത്. നീ ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്, നിന്റെ പ്രണയം തുറന്നു പറയാൻ. ஓகே ஆயிடுமா? கண்டிப்பா ஓகே ஆகும். ஒருவேளை ஓகே ஆகலன்னா நடக்கும். நான் இருக்கேன்ல, போ போ. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ പ്രണയം തുറന്നു പറയാനായിട്ട് ഇങ്ങനത്തെ ചില സുഹൃത്തുക്കളാണ് നമ്മളെ സഹായിക്കുന്നത്. നമ്മളിങ്ങനെ പേടിച്ച് വരച്ചൊക്കെ ഇരിക്കും, എങ്ങനെയെങ്കിലും ചെന്ന് പറയണമല്ലോ എന്ന്. അപ്പോൾ ഇത്ര നല്ല സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കും. നീ ധൈര്യമായിട്ട് പറ, എന്തിനാ പേടിക്കുന്നതെന്ന്. ഇതേ സുഹൃത്തുക്കൾ തന്നെ നമുക്ക് പാരയായിട്ടും വരാൻ കേട്ടോ. ചിലപ്പോൾ നമ്മളൊരാളെ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും അയാൾക്ക് തോന്നുക, എനിക്കെന്തുകൊണ്ട് ഇയാളെ നോക്കിക്കൂടാന്ന്. ടെൻഷൻ അടുപ്പിച്ചോ? ഹംസങ്ങളായിട്ട് വരുന്നവരെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണേ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പ്രണയം നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ കൂടെ റീനു. സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അവരുടെ ലവ് ലെറ്റേഴ്സ് എത്തിക്കാറുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് കൊടുക്കാറുണ്ട്, അവർക്ക് വേണ്ടി കവിതകളോട് എഴുതി കൊടുക്കാറുണ്ടോ? അങ്ങനെ എഴുതേണ്ടി വന്ന ആൾക്കാരും ഉണ്ടേ. അതുപോലൊരു കവിത വിജയ് സുഹൃത്തിൻ്റെ കാമുകിക്ക് വേണ്ടി എഴുതി കൊടുക്കുക. അതിൽ ഓരോ വരികളുടെയും അർത്ഥം അവൾക്ക് മനസ്സിലായി. അവൻ തിരിച്ചു വന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ പെണ്ണിനെ പോലെ തന്നെയാണോ എൻ്റെ പെണ്ണും? അതുപോലെ ഒരാളെയാണോ നമ്മൾ രണ്ടുപേരും സ്നേഹിക്കുന്നതെന്ന്. அப்படின்னா உன் ஆள் யாருன்னு எனக்கு காட்டுறியா? சும்மாறா, நானே ஆளை பார்த்து ரொம்ப நாள் ஆச்சு. சமாளிக்கிற பாத்தியா? ഉണ്മയിലേ തണ്ടാ, ഇപ്പോഴും അവളെ പാക്കவே முடியறதில்ல. അവളെക്കുറിച്ച് ഒരിക്കലെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ, അവൾ ആരാണ് എന്നൊന്ന് കാട്ടിക്കൊടുത്തിരുന്നെങ്കിൽ, അങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു ട്രാജഡി എന്ന് തന്നെ വിളിക്കാം. വിജയ്ക്ക് സംഭവിക്കില്ലായിരുന്നു. ഒരുപാട് അവൻ സുഹൃത്തിനെ സഹായിക്കുന്നുണ്ട്. അവൻ്റെ പ്രണയം സക്സസ് ആവാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ താൻ സ്നേഹിക്കുന്ന അതേ ആളാണ് ഈ പെൺകുട്ടിയെന്ന് അവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം എന്താ ടൺ കണക്കിന് ലവ്. True love doesn't have a happy ending because true love never ends. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. വിജയുടെ സഹായം കൊണ്ട് മാത്രമാണ് അവൻ്റെ സുഹൃത്തിന് അവൻ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിയെ സ്വന്തമാക്കാൻ പറ്റുന്നത്. അവരുടെ കല്യാണത്തിൻ്റെ ദിവസമാണ് ആദ്യമായിട്ട് വിജയ് അവളെ കാണുന്നത്. അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കുന്നത് താൻ പ്രണയിച്ച അതേ പെൺകുട്ടിയെയാണ് അവനും പ്രണയിച്ചതെന്ന്. അവരൊന്നാവാനായിട്ട് വഴിയൊരുക്കിയത് ഞാൻ തന്നെയാണെന്ന്. ഇതാ അശോക്, ഇത് മഹി, ബട്ട് എല്ലാരും കൂപ്പിടുறது ഉമ. ഉമാ മഹേശ്വരി. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ഇയാളുടെ കൂടെ എന്ന് മനസ്സിൽ കരുതി ഉറപ്പിച്ച് അവളെ മാത്രം സ്വപ്നം കണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നിമിഷത്തിൽ നമ്മൾ അറിയിക്കുക, ഇവളെ എനിക്കൊരിക്കലും കിട്ടില്ല, ഇവൾ മറ്റൊരാളുടേതാകാൻ പോവുകയാണ്. അത്തരമൊരു സന്ദർഭം ഫേസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവൂ. പ്രണയത്തിലൊരു പരാജയം സംഭവിക്കാത്ത, ഇഷ്ടപ്പെട്ടയാളെ നഷ്ടപ്പെടാത്ത ഒരാൾക്ക് പോലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ വേദന മനസ്സിലാവില്ല. അത്തരത്തിലുള്ള എല്ലാവർക്കുമായി ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ട്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. எங்க அப்பா அம்மா ஆசீர்வாதம் எனக்கு கிடைக்கல. ஆனா இப்போ உங்க ஆசீர்வாதத்தோட என் கல்யாணம் நடந்ததுல ரொம்ப சந்தோஷமா இருக்கு. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയില്ല, പക്ഷെ നിന്റെ അനുഗ്രഹം ഉണ്ടല്ലോ എന്ന്. எங்க கல்யாணம் நல்லபடியா முடிஞ்சதுன்னு நீங்க கண் கலங்குறீங்க. இதுக்கெல்லாம் நான் உங்களுக்கு என்ன செய்ய போறேன்? இப்படி எல்லார் காதலுக்காகவும் போராடுற உங்க காதல் கண்டிப்பா സക്സസ് ആകും. പ്രണയിക്കുന്ന എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്ന നിനക്കും സക്സസ് ഉണ്ടാവും നിന്റെ പ്രണയത്തിലൊന്ന്. ജീവന തുല്യം സ്നേഹിച്ച പെൺകുട്ടിയാണ് അത് പറഞ്ഞിട്ട് പോകുന്നത്.
പക്ഷെ അവൾക്കറിയില്ല ഇത്രയും നാളും അവൻ പ്രണയിച്ചത് അവളെയാണെന്ന്. ഇനി ജീവിതത്തിൽ ഒരിക്കലും അതുപോലൊരു പ്രണയം അവനുണ്ടാകില്ലെന്ന്. ഇഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെടാൻ ഒരിക്കലും ദൈവം ഇടവരുത്തില്ലേ എന്ന പ്രാർത്ഥനയോടെ ക്ലബ് എഫ്എമ്മിന്റെ ഈ സ്റ്റുഡിയോയിൽ നിന്ന് റീനു is signing off. Before I go, I do have to say, love. Keep loving and keep listening to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Good night. Take care.